Good morning all. Hope all of you are fine. Last class we have discussed about the generation of impulses and how they are transmitted through a neuron. So we have seen the charge deviation in the plasma membrane, that is the outer surface contain positively charged particles or ions and the inner surface contain negatively charged ions. Then when a stimulus occurs at a particular part, there occur a charge deviation, that is in that part the positively charged part become negatively charged and the negatively charged part become positively charged. When stimulus occurs at a particular part of a neuron, there occur a charge deviation. That is, this charge deviation is only momentary and it expands for only a short time and it will stimulate the adjacent part of the neuron. Thus, this process continues and the impulses get transmitted through the neuron. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ന്യൂറോണുകളിൽ അല്ലെങ്കിൽ നാഡീകോശങ്ങളിലൂടെ എങ്ങനെയാണ് ആവേഗം സൃഷ്ടിക്കപ്പെടുന്നതെന്നും അതുപോലെ ആവേഗങ്ങൾ എങ്ങനെ പ്രേഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതുമാണ്. അതായത് പ്ലാസ്മ മെംബ്രെയിൻ കോശസ്തരത്തിന് അകത്തും പുറത്തും വ്യത്യസ്ത ചാർജുള്ള അയോണുകൾ വിന്യസിച്ചിരിക്കുന്നു. പുറത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളും അകത്ത് നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്രമീകരണത്തിൽ ഒരു ഉദ്ദീപനം ഏൽക്കുമ്പോൾ, അതായത് ശബ്ദമാവാം, വെളിച്ചമാവാം, താപനിലയാവാം, അങ്ങനെയുള്ള ഏത് ഉദ്ദീപനവും ഏൽക്കുമ്പോൾ ആ പ്രത്യേക ഭാഗത്ത് ഒരു ചാർജ് വ്യതിയാനം സംഭവിക്കുന്നു. ഈ ചാർജ് വ്യതിയാനം വളരെ നൈമിഷികമായ ഒന്നാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗത്തേക്ക്, ന്യൂറോണിന്റെ അടുത്ത ഭാഗത്തേക്ക്, എക്സോണിന്റെ അടുത്ത ഭാഗത്തേക്ക് പാസ് ചെയ്യപ്പെടുകയും അത് ആവേഗമായിട്ട് ഇലക്ട്രിക് ചാർജസ് ആയിട്ട് സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. Impulses get transmitted in this way as electric charges. Today we have to study a new term, that is synapse. The impulse get carried by the axon needs to be transferred to the dendrite of the next neuron. This junction between one neuron's axon and the next neuron's dendron is known as the synapse. There is a minute gap between these two. ഇങ്ങനെ ഗ്രാഹീകോശങ്ങളിൽ രൂപപ്പെടുന്ന ആവേഗങ്ങൾ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായ മസ്തിഷ്കത്തിലെ സുഷുമ്നയിൽ എത്തുമ്പോഴാണ് നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുന്നത്. ഇത്തരം പ്രതികരണങ്ങൾ രൂപപ്പെടുത്തണമെങ്കിൽ സന്ദേശങ്ങൾ കൃത്യമായി ഈ പറഞ്ഞ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളായ മസ്തിഷ്കത്തിലെ സുഷുമ്നയിലോ എത്തേണ്ടതുണ്ട്. ഇങ്ങനെ എത്താൻ സഹായിക്കുന്നത് ഒരു നാഡീകോശത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റ് നാഡീകോശങ്ങളിലൂടെ പാസ് ചെയ്യപ്പെടുമ്പോഴാണ്. ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം, അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റിൽ എത്തി നിൽക്കുന്ന സന്ദേശങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് അഥവാ സ്വീകരിക്കപ്പെടേണ്ടത്. ആ ഭാഗത്തെ, ആ ജംഗ്ഷനെ പറയുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സ് is a junction between two neurons, sometimes a neuron and a muscle cell or a neuron and a glandular cell. When electric impulses from the axon reach the synaptic knob, that is the tip of the axonite, then certain chemical substances are secreted from there to the gap between these two. This gap is known as synaptic cleft, and these chemical substances are called neurotransmitters. They stimulate the adjacent dendrite or cell and new electric impulses are generated. Examples for these neurotransmitters are acetylcholine and dopamine. അതായത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരം സിനാപ്സുകൾ രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ മാത്രമല്ല ഉണ്ടാകുന്നത്. ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലുണ്ടാകാം, ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും തമ്മിലുണ്ടാവാം, ഒരു നാഡീകോശവും മറ്റൊരു നാഡീകോശവും തമ്മിലും ഉണ്ടാകാം. ഇങ്ങനെ സിനാപ്സുകൾ ഉള്ളതുകൊണ്ടാണ് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുന്നത്. സിനാപ്സുകളുടെ ധർമ്മം ആവേഗങ്ങളുടെ വേഗത, ദിശ ഇവയൊക്കെ നിയന്ത്രിക്കലാണ്. The functions of synapse is to control the speed and direction of impulses passing through it. On the basis of the direction of impulses, neurons can be classified into sensory neurons and the motor neurons. Sensory neurons carry impulses to the brain and spinal cord from body parts, and motor neurons carry impulses from the brain and spinal cord to various body parts. Nerves are a group of axons covered by connective tissue.
We can see the classification of nerves now. Nerves are classified into three on the basis of their functions. That is, we have already seen two types of neurons. They are sensory neurons and motor neurons. Nerves are of three types. They are sensory nerve. They are formed of sensory nerve fibers, that is sensory neurons. They are formed of sensory neurons and they carry impulse from various parts of the body to the brain and the spinal cord. Second one, motor nerve. They are formed from motor neurons. That is, they carry impulses from brain and spinal cord to the various parts of the body. Then third type is they are mixed nerves. Mixed nerves formed of sensory nerve fibers and the motor nerve fibers. That is, they contain both motor and sensory neurons. They carry impulses to and from the brain and the spinal cord. That is, they carry messages or impulses from the body parts to the brain and spinal cord and vice versa. എന്താണ് ഒരു നാഡി? ആക്സോണുകളുടെ കൂട്ടം. ആ കൂട്ടത്തെ ഒരു യോജക കലയാൽ ആവരണം ചെയ്തിരിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ നാഡികൾ എന്ന് വിളിക്കുന്നത്. നാഡികളുടെ വ്യത്യസ്ത തരങ്ങൾ ഏതാണെന്ന് നമുക്ക് കാണാം. Thank you.